സാധാരണക്കാരന് കൊടുക്കാനുള്ള സന്ദേശം, നിങ്ങൾ അറിയാതെ ഒന്നിനെ വിമർശിക്കുകയും തള്ളിക്കളയും ചെയ്യരുത്. പ്രശ്നം ഉണ്ടാകുന്നിടത്ത് ആ പ്രശ്നം കാണാനും അതിൽ ഇടപെടാനും മാറി നിന്ന് അതിനെ വീക്ഷിച്ച് സുഖിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ത്വരയുണ്ടല്ലോ, അതാണ് ഇവരുടെ ബിസിനസ്. ചാനൽ ചർച്ചകളിൽ ജ്യോതിഷം നേരാണോ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ വിഷയം പഠിച്ചവരായിരിക്കണം. ഗ്രഹനിലപ്രകാരം കാണുന്ന കാര്യങ്ങളും ജാതകൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രാശി പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. നമസ്കാരം, ദ സൺ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളും സംശയങ്ങളുമെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, ശ്രീ വസുദേവ സൂര്യൻ. നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വിഷയം, നമ്മളെല്ലാം വളരെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നു, മറ്റു ചിലർക്കാകട്ടെ അത്ര കണ്ട് കിട്ടുന്നില്ല. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? കർമ്മ പുരോഗതി ഒരുപോലെ അധ്വാനിക്കുന്ന വ്യക്തികളിൽ വ്യത്യസ്തമായിട്ടാണ് അവർ ഫലങ്ങൾ കാണുന്നത്. അപ്പൊ അതെന്താണ് അതിന്റെ അടിസ്ഥാനം? അതെ, അതിന് നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് ഒരു നാടൻ ഭാഷ പറയുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യം എന്നൊക്കെ പറയും. ഈ ഭാഗ്യത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്താണ് ഈ ഭാഗ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാഗ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതിൻ്റെ വിജയപ്രാപ്തിയിലെത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ ഈ ഭാഗ്യം എന്ന് പറയുന്നത്. ഉദാഹരണം, നന്നായി പഠിച്ചു, എക്സാമിന് പോകണം. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം ഒരു അസുഖം വന്നു. അത് അദ്ദേഹം കഷ്ടപ്പെടാഞ്ഞിട്ടല്ലല്ലോ. അല്ലെങ്കിൽ നന്നായിട്ട് ഓടുകയോ ചാടുകയോ ക്രിക്കറ്റോ ഫുട്ബോളോ പോലെയുള്ള എന്തെങ്കിലും കായിക നൃത്തമോ ഇനി എന്ത് ഇതായിക്കോട്ടെ, അപ്പോൾ അത് നന്നായി അഭ്യസിച്ചു, പ്രാക്ടീസും ചെയ്തു. പക്ഷേ അത് പെർഫോം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു അപകടമോ കാലിനോ കയ്യിനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് ഭാഗ്യത്തിൻ്റെ പ്രസക്തി. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് താൻ ഒരു ജാതകൻ, ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തിന് അത് പ്രകൃതി കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഭാഗ്യത്തിന്റെ അടിസ്ഥാനം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അടിസ്ഥാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു വഴിക്ക് പോകണം, ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ അന്ന് ഭയങ്കര മഴ, ഭയങ്കര തിരക്ക്, അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക്, അല്ലെങ്കിൽ വാഹനം കേടാവുന്നു. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾക്കൊരു കാര്യം സാധിപ്പിച്ച് തരാനും പ്രകൃതിക്ക് സാധിക്കും, മുടക്കാനും പ്രകൃതിക്ക് സാധിക്കും. ഒരുപോലെ പഠിച്ച 3 വിദ്യാർത്ഥികൾക്ക് ഒരാൾക്ക് ആ പരീക്ഷ എഴുതി പൂർത്തീകരിച്ച് നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ സാധിക്കുന്നു. മറ്റൊരാൾക്ക് ഇത്രയും പഠിച്ചെങ്കിലും ആ ദിവസത്തെ ഭാഗ്യം അദ്ദേഹത്തിനെ തുണയ്ക്കാത്തത് കൊണ്ട് ആ കുട്ടിക്ക് വേണ്ടവിധ മാർക്ക് കിട്ടുന്നില്ല. ഇത് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ്, എല്ലാം പഠിച്ചു, എല്ലാം ഭംഗിയാക്കി, പക്ഷേ എന്തോ മറ്റു വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഇതിപ്പോൾ 3 കേസ് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ അനേകം കേസുകൾ ഇതുപോലത്തെ പറയാം. ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തിന് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഗ്രഹങ്ങളെന്നോ അല്ലെങ്കിൽ ദേവതയെന്നോ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളെന്നോ ഒക്കെ പറയാം. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴേ പ്രവൃത്തികൾ വിജയിക്കുള്ളൂ. ഏതും ആയിക്കോട്ടെ, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി എടുക്കുന്നിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ പൂർണ്ണമായിട്ട് എല്ലാ ട്യൂബും വെളിച്ചും ഓണാക്കിക്കൊണ്ട് സിനിമ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല. ഒരു കല്യാണ സദ്യക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കല്യാണ സദ്യ വിളമ്പാൻ പറ്റില്ല. അതാതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കണം. ആ ഒരുക്കുന്നതിൽ മനുഷ്യൻ വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്നുള്ളതാണ് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സാധ്യത. അപ്പോൾ ഇനി ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യം, ജ്യോതിഷപരമായിട്ടുള്ള നമ്മളുടെ ആ രീതിയിൽ പറയാം. ഒരു വ്യക്തിക്ക് കർമ്മ പുരോഗതി ഉണ്ടാവാൻ ഗ്രഹനില പ്രകാരം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ, നിലവിലെ ദശാകാലം ഏതാണെന്ന് നോക്കണം. ദശാകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും 12 രാശികൾ, 9 ഗ്രഹങ്ങൾ 12 രാശികളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ഏത് ദശയിലാണോ ജനിച്ചത് അവിടുന്ന് അങ്ങോട്ട് അതിന് തുടർ ദശകൾ നമ്മൾ അനുഭവിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴ ദശയാണെങ്കിൽ 16 വർഷമാണ്, ശനി ദശ 19 വർഷക്കാലമാണ്, ശുക്രദശ ആണെങ്കിൽ എല്ലാവരുടെയും അളവ് ഒരുപോലെയാണെങ്കിലും അതിൻ്റെ അളവ് ജനിക്കുമ്പോൾ ഏത് ദശയാണോ അതിനനുസരിച്ച് ശിഷ്ട വ്യത്യാസം വരുമല്ലോ. ഇപ്പം എല്ലാവർക്കും എല്ലാ ദശയും കിട്ടണം നിർബന്ധമില്ല. ഇപ്പം എനിക്ക് വ്യാഴദശ ആണെന്നിരിക്കട്ടെ, അപ്പോൾ ഇനിയിപ്പോൾ അതൊരു 10-16 വർഷമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പ്രായം അത്രയായി. അത് കഴിഞ്ഞാൽ അടുത്തത് ശനിദശ തുടങ്ങും, അത് 19 വർഷക്കാലമുണ്ട്. അപ്പോൾ അത്രയും ആയുസ്. അതിനുശേഷം പിന്നെ ബുധദശ തുടങ്ങും, അത് നിശ്ചിത കാലമുണ്ട്. അത് കഴിഞ്ഞാൽ കേതുദശ. അപ്പോൾ എല്ലാ ദശയും എല്ലാവർക്കും കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ നമ്മളത് പറയുമ്പോൾ അനുകൂലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹങ്ങളും ദശാകാലം അനുകൂലമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോഴുള്ള സ്ക്രീൻഷോട്ടാണ് ഈ ഗ്രഹനില. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ പൊസിഷൻസിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാൻ പറഞ്ഞത് അപ്പോഴത്തെ പൊസിഷനാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി 30 വർഷം ജീവിക്കുമ്പോഴോ അല്ല 60 വർഷം ജീവിക്കുന്ന ആ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് പ്രാരാബ്ദങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൂടി പരിഗണിക്കണം. അപ്പോൾ അല്ല ചെറുപ്പക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ആ ഓരോ രാശിയിലായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നത് വെറുതെ അല്ല. അപ്പോൾ നമ്മളെ പൂർവ്വജന്മ കർമ്മ പ്രാരാബ്ദങ്ങളെ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്ലാനറ്ററി പൊസിഷനാണ് ഈ ഗ്രഹനിലയിൽ ഉണ്ടാവുക. അതാണ് ഗ്രഹങ്ങൾ. അപ്പോൾ അതാത് ദശാകാലത്ത് അതാത് സുഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും അതിൻ്റെ എവിടെ നിൽക്കുന്നു, ഏത് രീതിയിൽ നിൽക്കുന്നതനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഒരു ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നു, ആരോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നു, ഏതെങ്കിലും പാപഗ്രഹത്തോടൊപ്പം യോഗം ചെയ്താണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രാമത്തെ ഭാവത്തിൽ നിൽക്കുന്നു. ഉദാഹരണം, ഒരു ഗ്രഹം നിൽക്കാൻ പാടില്ലാത്ത ഭാവമാണ് അഷ്ടമ ഭാവമൊക്കെ എന്ന് വെച്ചാൽ 8ാമത്തെ ഭാവം, അതിൽ 6ാമത്തെ ഭാവം, 12ാമത്തെ ഭാവം, ഇതിലൊക്കെ നിൽക്കുന്ന
ഗ്രഹത്തിൻ്റെ ദശാകാലം ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ അത് എങ്ങനെ മാച്ചായി അദ്ദേഹം ഇപ്പോൾ ഒരാൾ 18 വയസ്സിൽ അയാളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 19 വയസ്സിൽ ഇയാൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ക്രൂരഗ്രഹത്തിൻ്റെ ദശാകാലം വരികയെന്നിരിക്കട്ടെ, ഇദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ തൊഴിലേക്ക് പ്രവേശിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇത് ഇദ്ദേഹത്തിന് വരുന്നത് ഒരു 30-40 വയസ്സിന് ശേഷമാണെങ്കിൽ ഈ 18 വയസ്സിൽ അയാൾ സേഫാണ്, അയാൾക്ക് കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റും, ജോലി കിട്ടും. പക്ഷേ 40 വയസ്സിലേക്ക് ജോലി പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഷ്ടം വരും. അപ്പോൾ ഈ പാപഗ്രഹങ്ങളുടെ ദശാകാലം എന്ന് വെച്ചാൽ പാപഗ്രഹമായിട്ട് കാര്യമില്ല, അത് നിൽക്കുന്ന പൊസിഷനും കൂടി മോശമാണെങ്കിൽ. ഇപ്പം എല്ലാ പാപഗ്രഹങ്ങളും മോശമൊന്നുമല്ല. ഇപ്പം എല്ലാവരുടെയും വിചാരം വ്യാഴഗ്രഹം അല്ലെങ്കിൽ ബുധൻ ഗ്രഹം ഇതൊക്കെയാണ് നല്ലത്, ശുഭഗ്രഹങ്ങളാണ്, ശരിയാണ്. പക്ഷേ ഗുണാനുഭവങ്ങൾ കൊടുക്കാൻ പാപഗ്രഹങ്ങൾ മുന്നില. എങ്ങനെയാണെങ്കിൽ അത് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അതിൻ്റെ ദശാകാലത്ത് ആ ജാതകനെ വളരെ പ്രശസ്തനാക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന ധാന്യ സുഖാനുഭവങ്ങളും എല്ലാം തന്നെ നൽകും. ഇപ്പം നമ്മൾ തന്നെ ഞാനെപ്പോഴും പറയുന്ന മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു മഹാനടൻ്റെ പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹനില പ്രകാരം അദ്ദേഹത്തിന് 9ാം ഭാവത്തിൽ രാഹുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രശസ്തിയുടെ കാര്യത്തിൽ ഒരു മുട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചൊവ്വയാണെങ്കിലും ശരി, ഇപ്പോൾ ചൊവ്വ 10ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് പട്ടാളത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായ ഇതിലൊക്കെ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രഹങ്ങൾ പാപഗ്രഹമാണോ അല്ലെങ്കിൽ ശുഭഗ്രഹമാണോ എന്നുള്ളത് പ്രശ്നമല്ല, അത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ആരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ ദശാകാലമാണെങ്കിൽ ആ ദശ നമുക്ക് തുണയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് സുഖാനുഭവം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഗുണം ലഭിക്കും. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും, ഫലപ്രാപ്തി ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും മുറിഞ്ഞുപോകും. ഇതാണ് നമ്മൾ ഭാഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലക്ക്, എവിടെ നിന്നാണ് ലക്ക് വരണം നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ലക്ക് വരുന്നത് നമ്മൾക്ക് പ്രകൃതി ഇന്ന കാര്യം നീ ഇപ്പം ചെയ്യേണ്ട സമയമാണോ അല്ലേ എന്നുള്ള പ്രകൃതി നിശ്ചയിക്കുന്നുണ്ട്. അതിന് വിപരീതമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് വിപരീതമായിട്ട് വരും. പ്രകൃതി നിശ്ചയിക്കുന്ന മുറയ്ക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരും. നമ്മൾ വെയിലത്തിട്ടോ വെയിലുള്ളപ്പോൾ ഉണക്കുന്ന പോലെ. മഴയത്ത് നമുക്ക് ഉണക്കാൻ പറ്റില്ല, മഴയത്ത് വെള്ളം സംഭരിക്കാം, പക്ഷേ വെയിലുള്ളപ്പോഴേ ഉണക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ പ്രകൃതി ആ ഉണക്കാൻ വേണ്ട സാഹചര്യത്തിന് അപ്പോൾ നമുക്ക് അനുകൂലമാക്കി തന്നു. അതുകൊണ്ട് നമുക്ക് ആ സാധനത്തിന് വെയിലത്ത് ഉണക്കാൻ പറ്റും. വെള്ളം സംഭരിക്കാനുള്ള സാഹചര്യം പ്രകൃതി തരുമ്പോൾ വെള്ളം കളക്ട് ചെയ്യാം. അപ്പോൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അതാത് കാര്യങ്ങൾ അയക്ക് വിജയിക്കട്ടും. ഇതാണ് ലക്ക്. അതാണ് പറയാനുള്ളത്. അതാണ് ഒരുപോലെ ജോലി ചെയ്യുന്ന രണ്ട് വ്യക്തികൾ അവരുടെ ഫലം വ്യത്യാസമാകുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് 11 വ്യാഴത്തിന്റെ ദശ നടക്കുക, അദ്ദേഹം കോടീശ്വരനായിരിക്കും, വലിയൊരു സംശയമില്ല ഒരുവിധം. അപ്പോൾ എന്നാൽ അതേ സമയത്ത് അഷ്ടമത്തിൽ ചൊവ്വയുടെ ദശ നടക്കുന്ന ഒരു വ്യക്തിയാണ് അയാളെ കൂടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അപകടങ്ങളും എല്ല് പൊട്ടുക, അസ്ഥി പൊട്ടുക, അതുപോലെ അപകടങ്ങൾ ഉണ്ടാവുക പോലെയുള്ള അല്ലെങ്കിൽ കേസ് വഴക്കുകൾ, ഒത്തുതീർപ്പ് വേണ്ട അല്ലെങ്കിൽ നീതിന്യായ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലൊക്കെ ചെന്ന് പെടുക പോലെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും. രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ രണ്ടുപേരുടെയും പരിതസ്ഥിതി രണ്ടാണ്. അത് അദൃശ്യമാണ്. അത് പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതല്ല, അനുഭവം കൊണ്ട് മനസ്സിലാവും. പക്ഷെ കാര്യം മനസ്സിലാവില്ല. അനുഭവം കൊണ്ട് മനസ്സിലാവുമെങ്കിലും എന്താണ് അതിന്റെ മൂലകാരണം ഒരു സാധാരണക്കാരൻ മനസ്സിലാവില്ല. അതിനാണ് നമ്മൾ അതിന് അറിയാവുന്നവരോട് ചോദിക്കുക. നമ്മൾ ഏത് കാര്യവും നമുക്കറിയാത്തത് അറിഞ്ഞവരോട് ചോദിച്ചാലേ ചെയ്യുന്നു. ഒരു ടിവിയോ ഫ്രിഡ്ജോ വാങ്ങിയാൽ പോലും നമ്മൾ അതിന്റെ യൂസർ മാനുവൽ വായിച്ചു നോക്കുന്നില്ലേ? എന്നിട്ടല്ലേ അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയണത്. നമ്മളെ വീട്ടിലില്ലാത്തൊരു സാധനം നമ്മൾ കടയിൽ പോയി വാങ്ങുന്നില്ലേ? ഒന്നും വേണ്ട, ഏറ്റവും നിസ്സാരമായിട്ട് നാളികേരം, ഒരു തെങ്ങ് കയറി തേങ്ങ ഇടാൻ നമുക്ക് കഴിവില്ല. അപ്പോൾ അത് പറ്റുന്ന ആളെ നമ്മൾ ആശ്രയിക്കുന്നില്ലേ? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലും അത് കഴിയുന്ന ആളുകളെ ആശ്രയിക്കണം, എന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് ഈ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം. അല്ലാതെ ഒരിടത്തുമല്ല. താൻ ആഗ്രഹിക്കുന്ന കാര്യം വിജയപ്രാപ്തിയിലെത്താൻ പ്രകൃതിയുടെ തുണയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതേ ഉള്ളൂ. അത് അന്വേഷിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് നീ ചെയ്തോ എന്നൊരു ആചാര്യം പറഞ്ഞത്, അത് അദ്ദേഹത്തിന്റെ കഴിവുപോലെ, അദ്ദേഹം ഉത്തമനായ ആചാര്യനാണെങ്കിൽ അത് ചെയ്താൽ അത് ഫലിക്കും. ഫലിച്ച് കാണുന്നുണ്ടല്ലോ. ഈ വിഷയത്തിൽ ജ്യോതിഷത്തിന്റെ പ്രാധാന്യം ഇതാണ് പ്രാധാന്യം. നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ ഈ ലക്ക് ഫാക്ടർ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഭാഗ്യത്തിന്റെ കടാക്ഷം അങ്ങനെ പറയാം. ഈ ഭാഗ്യ കടാക്ഷം തിരിച്ചറിയുന്ന എപ്പോഴാണ്? ആ സാഹചര്യം വന്ന് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ നമ്മളവിടെ ഭാഗ്യ പരീക്ഷണം നടത്തണം. ഭാഗ്യപരീക്ഷണം നടത്തുന്നത് എന്താ? ഒരു കാര്യം നമ്മൾ ഇറങ്ങുന്നു, അത് നടക്കുമോ നടക്കില്ലേ അറിയില്ല, എങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. ഇതാണ് ഭാഗ്യ പരീക്ഷണം. ഭാഗ്യമുണ്ടോ ഇല്ലയോ നമ്മൾ പരീക്ഷ അറിയാണ്. അപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവുമല്ലോ. നമുക്ക് നിരാശ ഉണ്ടാവും, കിട്ടിയില്ലെങ്കിൽ നിരാശ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു, അതിനുവേണ്ടി നമ്മൾ അശ്രാന്ത പരിശ്രമം നടത്തി പക്ഷേ വിജയിച്ചില്ല. ഇതങ്ങനെയല്ല. അതിന് മുന്നേ അറിയാൻ പറ്റും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അറിയാം, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു കോഴ്സിന് ചേരുന്നതിന് മുന്നേ അറിയാം, അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നതിന് മുന്നേ അറിയാം, വിദേശത്ത് പോകുന്നതിന് മുന്നേ അറിയാം. അപ്പോൾ ഭാഗ്യ പരീക്ഷണം നടത്തണ്ട. ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് അസുഖം വരാതെ സൂക്ഷിക്കാം. അസുഖം വന്ന് ചികിത്സിക്കുന്നതൊക്കെ നല്ലത്. അതാണ് ഇതിൻ്റെ ജ്യോതിഷപരമായ പ്രാധാന്യം. അപ്പോൾ ഇത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ പ്രകാരം മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്കൊക്കെ ഗുണമുള്ളതായിട്ട് നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ. വെറുതെ ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. ഈ സിനിമാ താരങ്ങളാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, എല്ലാവരും ഈ വിദ്യയെ ആശ്രയിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ രഹസ്യമായോ പരസ്യമായോ ആശ്രയിക്കുന്നവർക്കൊക്കെ ഇതുകൊണ്ട് ഗുണമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ നല്ല ആഡംബര ജീവിതം നയിക്കുന്നുണ്ട്. അവർക്ക് പ്രശസ്തിയുണ്ട്, അവരെ ആളുകൾക്ക് ഇഷ്ടമാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും പ്രശ്നമില്ല.
ഒരു നടനോ രാഷ്ട്രീയക്കാരനാവട്ടെ, അവർ എന്ത് തെറ്റ് ചെയ്താലും പൊതുജനം മറക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പോലെയല്ല. എന്ന് വെച്ചാൽ ഈ അയാൾ ചെയ്യുന്ന ആ ദുഷ്പ്രവർത്തിക്ക് അപ്പുറത്തേക്ക് അയക്കൊരു ആകർഷണം വന്നുകൊണ്ടാണല്ലോ ഈ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? വിവിധങ്ങളായ കേസുകൾ നോക്കിയാൽ മതി. അദ്ദേഹം എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ തൊട്ട അയൽപ്പക്കത്തെ ഒരാൾ അതിൻ്റെ 100-1 ചെയ്താൽ പോലെ അയാളെ മുദ്രവെത്തും. നാട്ടിൽ പല പേരിൽ മുദ്രവെത്തും എന്ന് വെച്ചാൽ അയാൾ മദ്യപിച്ചിട്ടായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ദുശീലം കൊണ്ടായിക്കോട്ടെ, അയാൾക്ക് ആജീവനാന്ത ദുഷ്പേര അവിടെ. എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ സെലിബ്രിറ്റി വാല്യുള്ള ആളുകൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ആളുകൾ ഇത് പെട്ടെന്ന് മറക്കുന്നു? കാരണം അതിനപ്പുറത്തേക്ക് അതിനെ കവച്ചു വെക്കത്തക്ക വിധത്തിലുള്ള ഒരു ആകർഷണ ശക്തി ഇവരിലേക്ക് വന്നിരിക്കണം. അത് എവിടുന്ന് വന്നു? അതവരെ ആർജിച്ചെടുത്തതാണ്. എങ്ങനെ ആർജിച്ചെടുത്തു? ജപിച്ചിട്ടും ചെയ്തിട്ടും ആചരിച്ചിട്ടും അനുഷ്ഠിച്ചിട്ടും പല ക്രിയകളിലൂടെയും അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയും അവർ ആർജിച്ചെടുത്തു. ഇന്ന ക്രിയകളും പ്രവൃത്തികളും ചെയ്തത് ആർജിച്ചെടുക്കാമെന്ന് അവരങ്ങനെ അറിഞ്ഞു. ഒരാചാര്യം പറഞ്ഞിട്ടാണ്. ഈ ആചാര്യം ഇതെങ്ങനെ തിരിച്ചറിഞ്ഞു? ജ്യോതിഷത്തിൻ്റെയും മറ്റ് വിദ്യകളുടെയും സഹായത്തോടെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവസാനം ഇത് എവിടെ എത്തിക്കണം? അല്ല, വിമർശിക്കുന്നിടത്തല്ല. പിന്നെ ഞാൻ പറയാലോ, ഒരു പരിധിവരെ ശരിയാണ്. കാരണം എന്ത് പ്രശ്നം ചെന്ന് ഒരു ജോലിസിൻ്റെ അടുത്ത് പോയാലും കബഡി പ്രശ്നം വെച്ച് നോക്കി അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര വലിയ വഴിപാടുകൾ നോക്കിയിട്ടേ എല്ലാ മേഖലയിലും നല്ലതും ചീത്തയുണ്ട്. അത് നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് പ്രായോഗിക ബുദ്ധി കൊണ്ടും ഇദ്ദേഹം പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം എല്ലാ മനുഷ്യനും കാണിക്കണം. ഇപ്പോൾ ഞാൻ ചേച്ചിക്കൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഗ്രഹനില, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം പരമാവധി ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ, ഞാൻ എൻ്റെ ഇത് പ്രൊഫഷനല്ല എങ്കിലും ഇഷ്ടംപോലെ ആളുകൾ സമീപിക്കാറുണ്ട്, അറിയാലോ. അപ്പോൾ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രശ്നചിന്ത ചെയ്യാറേയില്ല. രാശി പ്രശ്നം അല്ലെങ്കിൽ എന്തോ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യുന്നത് പ്രായോഗികമല്ല. നമ്മളുടെ ഒരു ഉപാസന ബലം കൊണ്ടൊക്കെയാണ് ഇതിൽ ഈ കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്നത്. ആ ഉപാസനയോ അല്ലെങ്കിൽ സാധനയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക്, കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കാത്തൊരു വ്യക്തിക്ക് ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ ശോഭിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ കബഡി പ്രശ്നം അല്ലെങ്കിൽ രാശി പ്രശ്നം വെച്ച് നോക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. കാരണം ഗ്രഹനിലയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഗ്രഹനില വേണമെങ്കിൽ 50 ഗ്രഹനില നോക്കാം, സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഗ്രഹനില നോക്കിയിട്ട് ഗ്രഹനില പ്രകാരം കാണുന്ന കാര്യങ്ങളും ജാതകൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രാശി പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്ന ദശയാണ്, ഇന്ന അപഹാരമാണ്, ഇന്ന ഗോചരഫലം ഇങ്ങനെയാണ്, ഇങ്ങനെ അതുകൊണ്ടാണെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിന് വേണ്ട പരിഹാരം പറഞ്ഞു കൊടുക്കാനും പറ്റും. എന്നാൽ ജാതകപ്രകാരമുള്ള കണ്ട അനുഭവങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും നമ്മൾ ചേർച്ചക്കുറവ് വരുമ്പോഴാണ് എന്താണ് അതിന് കാരണം എന്ന് പ്രശ്നം വെച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ചേർച്ചക്കുറവിന് എന്താണ് കാരണം? അപ്പം എന്താ മറ്റേ കാരണമുണ്ട്? ചിലപ്പോൾ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള ദോഷമായിരിക്കാം, വെച്ച് നോക്കണം. ഒരു സംശയം ഉടലെടുത്താൽ മാത്രമേ ഈ സാധനം തുടരേണ്ട ആവശ്യമുള്ളൂ. നോക്കേണ്ട ഇതിനാണ്. ഇപ്പോൾ എന്തെങ്കിലും കുടുംബപരമായിട്ട് ദോഷങ്ങളുണ്ടോ, ഇദ്ദേഹത്തിനുള്ള സർപ്പദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യക്കേടുകളോ ഉണ്ടോ, അല്ലെങ്കിൽ ഈശ്വരാധീനം. പ്രധാനമായിട്ട് രാശിപ്പലക തൊടുന്ന എന്തിനാണ്? ഈശ്വരാധീനം നോക്കാൻ. വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ചിട്ടാണ് നമ്മൾ ഈശ്വരാധീനം നോക്കുന്നത്. പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ആരൂഢം തടുക്കാതെ വ്യാഴം ഗ്രഹം ശുഭ സ്ഥിതിയിൽ നിന്നാൽ അത് നമുക്ക് അദ്ദേഹത്തിന് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഒരാൾ ചോദിക്കാൻ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങണം, ഇത് നടക്കില്ലേ? അപ്പോഴത്തെ ഭാഗ്യം പരീക്ഷിക്കാൻ രാശി നോക്കാം. ഈ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അന്ന് പോകണില്ല, എന്നാൽ അടുത്ത മാസം പോയേക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ വെച്ച് അന്ന് പോയിട്ട് കാര്യമില്ല. അന്ന് അദ്ദേഹം അത് ആ ഭാഗ്യാനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവണം നിർബന്ധമില്ല. ഈ നിമിഷത്തെ കാര്യങ്ങൾ അറിയാനും പിന്നെ എന്തെങ്കിലും ബാധകളുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടോ, അത് എവിടെ എന്ത് എങ്ങനെയെന്നൊക്കെ ചിന്തയിലൂടെ അറിയാൻ പറ്റും. അത് പെട്ടെന്ന് നോക്കി പറയാൻ പറ്റുന്നതും അല്ല. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും അത് ഗണിച്ച് കണ്ടുപിടിക്കാനും പറ്റില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമാണ് രാശി പ്രശ്നത്തിന്. ബാധാദോഷം ഉണ്ടെങ്കിൽ ഉണ്ട്, അത് ഏതാണ് എന്നുള്ളത് അത് കുറച്ചൊക്കെ മനസ്സിലാവും. അത് വീണ്ടും നമ്മൾ കൺഫേം ആക്കി നോക്കണം. അത് ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണോ, അത് ഏത് ദേവതയാണ്, ഏത് ചൈതന്യമാണ്, അല്ലെങ്കിൽ അത് എവിടുന്ന് വന്ന് എന്ത് രീതിയിൽ എങ്ങനെയാണ് ഇയാളെ ബാധിക്കപ്പെട്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ പല പ്രാവശ്യം ഈ പ്രശ്നം ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കേണ്ടി വരും, പോകേണ്ടി വരും. അദ്ദേഹം ഇനി വേറെ ദിവസം നോക്കാമെന്ന് പറഞ്ഞാൽ അന്ന് രണ്ടാമത് പോകണം. ഇതങ്ങനെയല്ല. അത് പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ പൂർവികമായിട്ടുള്ള സകല കാര്യങ്ങളും ഇദ്ദേഹം ഒറ്റ രാശി പ്രശ്നത്തിൽ മനസ്സിലാക്കി എന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് പിന്നെന്താ അതിൻ്റെ ലോജിക്ക് എന്നറിയോ? ഏത് മനുഷ്യനും ഈ ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി വഴിപാടൊക്കെ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടൊരു ശാന്തി എല്ലാവർക്കും വരും. ഇനിയിപ്പോൾ ജോലിസിനെ കാണാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ താൽക്കാലിക ശാന്തി ഉണ്ടല്ലോ, അതിലാണ് ഇവർ രക്ഷപ്പെട്ടു പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തു. എന്താ ചെയ്തേ? ഒന്നുമല്ല, ഈ കയറി ഇറങ്ങും. അപ്പോൾ നമ്മൾ അദ്ദേഹം പറയാ ചെയ്താലും ഉണ്ടാവും. അതല്ലേ, ഞാൻ അദ്ദേഹത്തെ കണ്ടു ഒരു 3 മാസം കുഴപ്പമില്ലായിരുന്നു. 3 മാസം ഈ ക്ഷേത്രദർശനവും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് കുറച്ചൊരു ശാന്തി തോന്നി. വീണ്ടും അത് ഉടലെടുക്കും. AC ഓഫ് ചെയ്താൽ വീണ്ടും ചൂടെടുക്കണം പോലെ. ഇതുള്ളിടത്തോളം കാലം തണുപ്പ്. ഈ തണുപ്പ് പുറത്ത് പ്രതീക്ഷിക്കരുത്. പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെതായ ചൂടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട ഇതൊക്കെ ഉപയോഗിച്ചൊക്കെ ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദുഷ്പേരിനും കാരണം അത് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളാണ്. ഈ ജ്യോതിഷ ഇപ്പോൾ ചർച്ചകളൊക്കെ വരാൻ എന്താ കാരണം? അതിനൊക്കെ പോയി ഇരിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം, ഒരു വിഷയത്തിൽ ഇപ്പോൾ ചാനൽ ചർച്ചകൾ എല്ലാ എപ്പിസോഡും പറയുന്ന ചാനൽ ചർച്ചകളിൽ ജ്യോതിഷം നേരാണോ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ വിഷയം പഠിച്ചവരായിരിക്കണം.
പഠിക്കാത്തവർക്ക് ഇത് എങ്ങനെ അറിയാൻ പറ്റുക? ഇപ്പോൾ റോക്കറ്റ് സയൻസിനെ കുറിച്ച് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നുണ്ടല്ലോ, ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ ആരെങ്കിലും പോയിരുന്നൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് ആ വിഷയം പഠിച്ചവരും അത് കൈകാര്യം ചെയ്യുന്നവരും അതിനെക്കുറിച്ച് അറിയാവുന്നവരും അല്ലേ വേണ്ടത്. അങ്ങനെയുള്ള ഒരു 20 സയൻറ്റിസ്റ്റുകളെ കൊണ്ടിട്ട് അവർ ചർച്ച ചെയ്തോട്ടെ, അത് ന്യായമുണ്ട്. ഇത് 20 സയൻറ്റിസ്റ്റുകളും 20 തെങ്ങ് കയറുന്നവരും 20 IT കാരും കൊണ്ടുവന്നിട്ട് അല്ല ഇത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു വിഷയം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നമ്മളത് പഠിച്ചു നോക്കണം, അല്ലെങ്കിൽ അത് അനുഭവിച്ച് നോക്കണം. അനുഭവിക്കാത്തടത്തോളം അറിയാത്തടത്തോളം ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഒരു അവകാശമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത് അത് അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് റേറ്റിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിരിക്കും. കുറേ ആൾക്കാർ നമ്മൾ പറയില്ലേ, പിന്നെ കുറേ ആളുകൾ അങ്ങോട്ട് കൊണ്ട് അടി കൂടുന്ന കാണുമ്പോൾ വെറുതെ കുറച്ച് ആൾക്കാർ അവിടെ തടിച്ചു കൂടും. അതിനിപ്പോൾ ചാനൽ വേണമെന്നൊന്നുമില്ല. വെറുതെ പോകുമ്പോൾ അങ്ങാടിയിൽ ഒരു 4 പേര് 2 പേര് അങ്ങോട്ട് കൊണ്ട് തള്ളാൻ നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് വെറുതെ വണ്ടിയൊക്കെ നിർത്തി നോക്കും. കുടുംബമായിട്ട് പോണവരൊക്കെ നിർത്തി നോക്കണേ. ഭാര്യയും കുഞ്ഞുമായിട്ട് സ്കൂട്ടറിൽ പോണവരൊക്കെ അവിടെ നിർത്തി ഭാര്യയും കുഞ്ഞും അവിടെ നിൽക്കും, ഇദ്ദേഹം വന്ന് നോക്കണമെന്ന് ക്യൂരിയോസിറ്റി. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുന്നിടത്ത് ആ പ്രശ്നം കാണാനും അതിൽ ഇടപെടാനും മാറി നിന്ന് അതിനെ വീക്ഷിച്ച് സുഖിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു ത്വരയുണ്ടല്ലോ, അതാണ് ഇവരുടെ ബിസിനസ് ട്രിക്ക്. അല്ലാത്ത പക്ഷം ഒരു അടിസ്ഥാനമുള്ള ശാസ്ത്രം പഠിച്ച ഒരു ആചാര്യൻ അങ്ങനെയുള്ള ചർച്ചകൾക്ക് പോലും പങ്കെടുക്കില്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ അതിൽ കണ്ടിട്ട് ആരോ ഘോരം പ്രസംഗിനെ കേട്ട് കൈയടിക്കുന്നവരൊക്കെ ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ അയാൾ കണ്ടിട്ടില്ല. അതാണ് ഇത്. ഇപ്പോൾ പാൽപ്പായസം രുചിയില്ല എന്ന് അയാൾ പറഞ്ഞാൽ അയാൾ കുടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും കുടിച്ച ആൾക്കല്ല അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ അജ്ഞാനിയും ജ്ഞാനിയും തമ്മിലുള്ള സംവാദത്തിനിടയ്ക്ക് എനർജി ക്ലാഷ് ഉണ്ടാവും, അവിടെ സ്പർദ്ധയുണ്ടാവും. ആ സ്പർദ്ധയാണ് ഇതിൻ്റെ സെല്ലിംഗ് പോയിന്റ്. അപ്പോൾ ജ്യോതിഷത്തിന് കുറ്റം പറയുന്നവർ അത് അറിഞ്ഞ് അത് എന്താണ് ഇതിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇത് കേൾക്കുന്നവർക്ക്. അതിന് വേണ്ടി പറഞ്ഞാണ്. പിന്നെ വഴിപാടുകളും ക്ഷേത്ര ദർശനവും നമുക്ക് എങ്ങനെയാണ് ഫലത്തെ നൽകുന്നത്? അതായത് പരിഹാര ഭാഗമാണ് വഴിപാടുകളും ക്ഷേത്ര ദർശനവും. ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ക്ഷേത്രത്തിലുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു മൂർത്തി അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്, അവിടെ കൃത്യമായ രീതിയിൽ അതിൻ്റെ അഭിഷേകങ്ങളും പൂജകളും താന്ത്രികമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജി, ഒരു ഊർജ്ജത്തിനെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മുടെ വീട്ടിലില്ലാത്തതിനെ തേടി അങ്ങോട്ട് പോകണം. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന പോലെ നമുക്ക് ജിമ്മിൽ അവിടെ ആ ജിമ്മിനുള്ള അത്ര എക്യുപ്മെന്റ്സും സൗകര്യങ്ങളും നമ്മുടെ വീട്ടിലില്ല. അതുകൊണ്ട് ആ വ്യായാമം ചെയ്യാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോകുന്നു. അല്ല, നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് എക്സസൈസ് ചെയ്താൽ മതി, അതുകൊണ്ട് ഉള്ള ശരീര സൗന്ദര്യത്തിൽ തൃപ്തനാണെങ്കിൽ പോണ്ട. എന്നുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വെച്ച് നടത്തുന്ന ആരാധനയിൽ നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകണ്ട. എന്നാൽ ഇല്ല, നമ്മളുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന ആരാധനയിൽ നമുക്ക് തൃപ്തി ഇല്ലെങ്കിൽ ആ തൃപ്തി ഉള്ളിടത്തേക്ക് പോകണം, ജിമ്മിൽ പോകുന്ന പോലെ. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാന്ന് ഒരാൾ ചോദിച്ചാൽ, നമ്മൾ ജിമ്മിൽ പോകുന്നത് ശരീരത്തിന് ആരോഗ്യം വേണ്ടി. ശരീരത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ മനസ്സിന് ആരോഗ്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? ഒരാൾക്ക് ശരീരമുണ്ട്, ഈ ശരീരം വെച്ചാൽ നല്ല കായിക ബലമുണ്ട്, അദ്ദേഹത്തിന് വലിയ കായികക്ഷമത വേണ്ടുന്ന പ്രവർത്തികളെ ചെയ്യാൻ അദ്ദേഹം പര്യാപ്തനാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിശ്ചയിക്കുന്ന മനസ്സുമാണ്. അപ്പോൾ ശരീരത്തിനെ പാകപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോയി ടോൺ ചെയ്യാന്നുള്ളത് പറയാം. മസിൽസ്, ശരീര ഭംഗിയെ നമ്മൾ ടോൺ ചെയ്തു. ആ മനസ്സിന് ചിത്തശുദ്ധി വരുത്തണമല്ലോ. ചിത്തത്തിനും ആ ശരീരത്തിനും വ്യായാമം ചെയ്യുന്ന പോലെ മനസ്സിനും വേണം. ആ മനസ്സിന് ശുദ്ധി വരുത്താനാണ് നമ്മൾ ക്ഷേത്രദർശനം ചെയ്യുന്നത്. അതിനെ ചിത്തശുദ്ധി വരുത്തത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം ആ ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ഉള്ളിടത്ത് പോയിട്ട് നമ്മൾ അതിനെ ഏറ്റെടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാം. അപ്പോൾ ഈ വഴിപാടുകൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതൊരു വിഷയമാണ്. കാരണം വഴിപാടുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു അർച്ചന ചെയ്യണം. ഈ ഒരാൾ ഇത് ഒരു റെസിപ്റ്റ് എഴുതിക്കുന്നു. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ആ പൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രസാദം തരും. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങി പൊക്കോ എന്നുള്ള പോലെ. ഇനിയിപ്പോൾ അപൂർവങ്ങളായിട്ടുള്ള ആളാണെങ്കിൽ 2 പൂവെങ്കിലും അവിടെ ഇടും. ഒന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദേവതയ്ക്ക് ഇത് ആരാ ചെയ്തത്? ഇപ്പോൾ സാന്നിധ്യം ഇല്ലാതെ ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ. ഇപ്പോൾ ഈ വഴിപാട് ചെയ്യേണ്ടത് ആരുടെ പേരിലാണോ അവർ ആ നാട്ടിലുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം സങ്കല്പിക്കെങ്കിലും വേണം. അതായത് ക്ഷേത്രമൂർത്തിക്ക് നമുക്ക് നേരിട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല സത്യത്തിൽ, ഒരു പരിധിവരെ. ഈ ഒരു ക്രിയ ചെയ്യുന്ന തന്ത്രിയോ മേൽശാന്തിയോ ആരാണോ അദ്ദേഹത്തെ പൂജിക്കുക, ആ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ശ്രീകോവിലിൽ പോയി പൂജിക്കാനും അർച്ചിക്കാനും പറ്റാത്തത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് എഴുതിക്കേണ്ടി വരുന്നത്? എഴുതിച്ച് അദ്ദേഹത്തിന് കൊടുക്കണം. ചെയ്യേണ്ട ആളാരാണ്? അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്താൽ അത് നമുക്ക് ഭംഗിയാവും. പക്ഷെ അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്യുമോ എന്നുള്ളത് ഇതിനൊരു പ്രസക്തിയാണ്. അപ്പോൾ എഴുതിക്കുന്ന വഴിപാടിൻ്റെ സംഖ്യയ്ക്കല്ല. ഇപ്പോൾ 5 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു പുഷ്പാഞ്ജലി ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ചെയ്യുന്ന വ്യക്തി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഫലം കിട്ടും. എന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്ന അദ്ദേഹത്തെ ഒന്ന് സങ്കല്പിക്കണം. ഇത് ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്. ആ സങ്കല്പ ശക്തിക്കാണ് പ്രാധാന്യം. ഇദ്ദേഹം ഇത് വെറുതെ കുറച്ച് പൂവാരിയിടുകയാണെങ്കിൽ അത് ആർക്ക് എന്ത് എന്ന് അവിടെ രേഖപ്പെടുത്തുന്നില്ല.
അല്ല അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ എഴുതിക്കുന്ന അദ്ദേഹം അല്ല, എല്ലാവരും അങ്ങനെ വായിക്കണം എന്ന് നിർബന്ധമില്ല. അല്ല, നിർബന്ധമില്ല വായിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10 പേരുടെ ചീട്ടുണ്ടെങ്കിൽ 10 പേരുടെ ചീട്ടോടെ മാറ്റി വെച്ചിട്ട് കുറച്ച് കൂട്ടരെ 10 പേർക്ക് പ്രസാദം കൊടുക്കണ്ടല്ലോ. അപ്പോൾ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിരന്തര ആശ്രയ ഭക്തി കൊണ്ട് ആ ദേവതയായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ സാധിക്കും. സ്ഥിരമായിട്ട് പോണ ക്ഷേത്രങ്ങളൊക്കെ തന്നെ സാധിക്കും. നമ്മൾ ചീട്ടെടുത്തില്ലെങ്കിലും അവിടെ പോയി നിന്നാൽ തന്നെ ഭഗവതിക്ക് അറിയാം, അല്ലെങ്കിൽ ഭഗവാൻ അറിയാം ഇത് ഇങ്ങനെയാണ്, ഇന്ന പോലെയാണ്. ആ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പം നമുക്ക് പരിചിതമല്ലാത്ത ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടുത്തെ കർമ്മിക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. മൂർത്തിയേക്കാളേറെ പ്രാധാന്യം ഇവിടെ ചെയ്യുന്ന കർമ്മിക്കാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തു തരുന്നതിനനുസരിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ചെയ്യുന്ന വ്യക്തി അത് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അത് അറിയാനൊന്നും പറ്റില്ല. ഒരാളുടെ മനസ്സെങ്ങനെ വായിക്കാൻ പറ്റും? അപ്പോൾ എന്ത് മനസ്സ് വിചാരിച്ചിട്ടാണ് അദ്ദേഹം മനുഷ്യനാണ്, അപ്പോൾ അദ്ദേഹത്തിന് നാനാവിധ ചിന്തകളുണ്ടാവാം. അപ്പോൾ ഇത് എന്ത് മനസ്സ് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് നമുക്കറിയില്ല. വിശ്വാസം അത്രയേ ഉള്ളൂ, അതിന് വേറൊന്നും പ്രമാണം പറയാനില്ല. പിന്നെ ഏത് പ്രവൃത്തിയും ചെയ്യുന്ന ആൾക്കും ചെയ്യിപ്പിക്കുന്ന ആൾക്കും ആ ചെയ്യുന്ന മാധ്യമത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശശുദ്ധി, നമ്മളുടെ അവസ്ഥ, പിന്നെ ആ ചെയ്തു തരുന്ന ആളുടെ ഇത്. ജ്യോതിഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം? അതെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഏകദേശ സൂചന പറഞ്ഞു കഴിഞ്ഞു. ജ്യോതിഷത്തെ മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളാണല്ലോ. എന്നുവെച്ചാൽ പഠനകാലമാണ് ആദ്യം. ആ പഠനകാലം കഴിഞ്ഞ് ഉപരിപഠനം, ഉന്നത വിദ്യാഭ്യാസം, അത് കഴിയുമ്പോഴത്തേക്കും ഒരു 18 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ജ്യോതിഷപരമായ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രായം. അതിന് മുന്നേ നമ്മൾ അങ്ങനെ ഒരു പരിധി വരെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകാം. ആ തിരഞ്ഞെടുക്കുമ്പോൾ പല അഭിപ്രായങ്ങളും മാനിച്ചിട്ടൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അച്ഛനാഗ്രഹം മറ്റേ ഡോക്ടറാക്കണം എന്നായിരിക്കും, അമ്മയ്ക്ക് വക്കീലാക്കണം എന്നായിരിക്കും, സ്വയം ആഗ്രഹം വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒരു ബാഹ്യ പ്രേരണയുടെ കാരണം കൊണ്ട്, ഒരു ബാഹ്യ പ്രേരണ കൊണ്ട് ഒരു കോഴ്സോ മറ്റെന്തെങ്കിലും ഒരു തീരുമാനമോ എടുക്കേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ, ഒരു കൺഫ്യൂഷൻ ഉള്ള ഘട്ടങ്ങളിൽ, ഒരു ആശയക്കുഴപ്പം നിൽക്കുമ്പോൾ ഇത് അവനവനെ യോജിച്ചത് ഏതാ എന്ന് ജ്യോതിഷം കൊണ്ട് അറിയാൻ പറ്റും. തൊഴിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പിന്നെ തൊഴിൽ. അപ്പോൾ കോഴ്സ് മുതലേ അന്വേഷിച്ചാൽ, പരിശ്രമിച്ചാൽ, അറിയാൻ ശ്രമിച്ചാൽ അങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാവും. അല്ലെ വിവാഹം നടത്തുമ്പോൾ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഈ 10 പൊരുത്തങ്ങളല്ല ഇതിന്റെ പ്രാധാന്യം. 10 പൊരുത്തങ്ങളൊക്കെ ഉണ്ടെന്ന് അല്ല ജീവിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കാൻ തീരുമാനിക്കണം. അവർ തമ്മിൽ പൊരുത്തമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ത്രീക്കോ പുരുഷനോ ഈ വിവാഹത്തിന് ശേഷം അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു ക്രൂരഗ്രഹത്തിന്റെ ദശാകാലം നടക്കാനിരിക്കുകയാണെങ്കിലോ ഈ ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഈ പുരുഷനോ ഇതുകൂടി അനുഭവിക്കണ്ടേ? അത് രണ്ടുപേർക്കും അങ്ങനെയാണെങ്കിലോ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് 10 കാലാകാലം ഇതുപോലെ ദശയൊന്നും നോക്കി നടക്കാൻ പറ്റും. അപ്പോൾ രണ്ടുപേരും തമ്മിലൊന്ന് ഇണങ്ങി ജീവിച്ച് തുടങ്ങാൻ വേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. നമുക്കതിനൊരു 10 വർഷമൊക്കെ ആയിട്ട് കണക്കാക്കാം. ഏകദേശം ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴാണല്ലോ ഏകദേശം ഒന്ന് ഓരോ വർഷം വിചാരിക്കും ഇനിയൊന്നും ഇല്ലാന്നിരിക്കും. പിറ്റത്തെ വർഷം വീണ്ടും ഉണ്ടാവും. അപ്പോൾ അടുക്കാൻ ഒരുപാടുണ്ടാവും. അത് 30 വർഷമായാലും 40 വർഷമായാലും അടുക്കാൻ ഇനിയുണ്ട്, പലതും ഉണ്ടാവും, അറിയാനും ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 8-10 വർഷത്തേക്കെങ്കിലും അവരൊന്ന് ജീവിതം പച്ച പിടിപ്പിച്ച് അല്ലെങ്കിൽ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുന്ന ഒരു കാലഘട്ടത്തിലെങ്കിലും ഒരു അഷ്ടമത്തിൽ രാഹുവിൻ്റെ ദശയോ അല്ലെങ്കിൽ അഷ്ടമത്തിൽ കുജൻ്റെ ദശയോ എന്നുള്ള പോലെ ഏതെങ്കിലും ഒരു ക്രൂരഗ്രഹത്തിൻ്റെ ഒരു ദുഷ്ടഗ്രഹം എന്ന് പറയാൻ ശരിയല്ല, ഏതെങ്കിലും ഇതുപോലെ ഒരു കഷ്ടകാല രണ്ടിൽ ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ വരാൻ സാധ്യതയുണ്ടോ നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് ഈ എ എന്ന് പറയുന്ന വ്യക്തിയെയോ ബി എന്ന് പറയുന്ന വ്യക്തിയെയോ മാറ്റി ആ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ ഇത് നോക്കണം എന്ന് പറയുന്നത്. ഗ്രഹനില, അതായത് ജാതകം പരിശോധിക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് പഠിച്ച് ജോലി വാങ്ങി ഒരുപാട് എന്താ പറയുക ആഗ്രഹത്തോട് കൂടിയിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഈ പാർട്ട്ണറുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ജാതക ദോഷം കൊണ്ട് ഈ വ്യക്തിയുടെ അനാവശ്യമായ പ്രശ്നങ്ങളിൽ അകപ്പെടും. വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്: പരസ്പരം രണ്ടുപേരുടെയും കർമ്മ പ്രാരാബ്ദങ്ങളെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് വഹിച്ചോളാം. അതായത് സുഖ ദുഃഖങ്ങളെ ഞങ്ങൾ ഷെയർ ചെയ്തോളാം. അപ്പം ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചൊരു വഴിക്ക് പോകണമെങ്കിൽ മാനസികമായിട്ട് തയ്യാറെടുത്ത് വരുന്നത് പോലെ വരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല, അത് സത്യമാണ്. ആവശ്യമില്ല. ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ശേഷിയുണ്ടെന്ന് തോന്നിയാൽ വേണ്ട. അപ്പോൾ അവിടെ ഒരു കുഴിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ കുഴി ചാടിക്കിടക്കാൻ കഴിയാത്തവൻ അത് പിന്മാറി തിരിച്ചു പോകും. അപ്പോൾ അദ്ദേഹത്തിന് ഈ കുഴിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തിരിച്ചു പോകാൻ അതിന് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ ഒരു സഹായകരായി. എന്നാൽ ഈ പറയുന്ന വേറൊരാൾ പറയണ കുഴിയല്ല, അതിനെപ്പുറത്തുണ്ടെങ്കിലും ചാടാൻ എനിക്കറിയാം എന്ന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നോക്കണ്ട, പ്രശ്നമില്ല. അപ്പം വരും വരായികകളെ സ്വീകരിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് തയ്യാറാണെങ്കിൽ ഇവിടെ ഇതിന് പ്രസക്തിയേ ഇല്ല. അത് വസ്തുതയാണ്.
ഇപ്പോൾ എല്ലാവരും അതിന് തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ ഈ ബന്ധങ്ങൾ എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അദ്ദേഹത്തിന് ജോലി പ്രശ്നമാണ്, മറ്റേ ഇതില്ല, സാമ്പത്തികമില്ല, കടമുണ്ട്, സഹിക്കാൻ പറ്റാത്തവർ പോകുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നിസ്സാര പ്രശ്നങ്ങൾ കൊണ്ട് പോകുന്ന ഈ നിസ്സാര പ്രശ്നങ്ങൾ അറിയാൻ പറ്റും കുറേ നമുക്ക്. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ അതിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ നനഞ്ഞു കയറണ്ട, അതിന് മുന്നേ നിങ്ങൾ തിരിച്ചു വെക്കോ. എന്നാൽ നനയല്ല, ഇറങ്ങല്ല, മുങ്ങിയാലും ഞങ്ങൾ ഒരുമിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യും എന്ന് രണ്ടുപേർ തീരുമാനിച്ചാൽ ഇതിൽ ഒന്നിനും പ്രസക്തിയില്ല. അവിടെ എല്ലാം അപ്രസക്തമായി പോകും. അല്ല, നിങ്ങൾ അതിൽ കോൺഷ്യസ് ആണെങ്കിൽ, അതിൻ്റെ വരുമരായികളെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനത്തെ കഷ്ടങ്ങളൊന്നും പരസ്പരം അദ്ദേഹത്തിന് കാരണം ഞാൻ അനുഭവിക്കാൻ തയ്യാറല്ല, എനിക്ക് എൻ്റെ സുഖാനുഭവങ്ങൾ തന്നെ വേണമെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. അല്ലാതെ എനിക്ക് ജാതകമൊന്നും വേണ്ട, ജാതകമൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് നാളെ അയാൾക്ക് വരുമാനമില്ല, അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ ഇന്ന സ്വഭാവം ഉണ്ടായാലും മദ്യപിക്കും, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ആദ്യമേ അന്വേഷിക്കണം, എന്നിട്ട് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വെല്ലുവിളിച്ചതിനനുസരിച്ച് ജീവിക്കാനുള്ള മാനസിക ബലം വേണം. ഇത് രണ്ടിലൊന്നും വേണം. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ആശങ്കകൾ ഉള്ളവർക്കൊരു ഉപകാരപ്രദമായ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അല്ല, വരുന്നിടത്ത് വെച്ച് കാണാൻ ധൈര്യമുള്ള ഒരു വീരനെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷം ഒന്നും പ്രശ്നമല്ല. അതാത് കാലഘട്ടത്തിൽ അതാതിനെ നേരിടുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതേ ഉള്ളൂ. അതാണ്. ഇനി കർമ്മഫലം എന്നാൽ എന്താണ്? അതെ, നമ്മൾ എല്ലാവർക്കും പറയുന്ന കർമ്മഫലം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. നമ്മുടെ വീട്ടിലൊരു വ്യക്തിക്ക് സംഭവിച്ച കാര്യമാണ്. അദ്ദേഹം നല്ല നിലയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പെട്ടെന്നാണ് അദ്ദേഹം വിചാരിക്കണ ഒരു വലിയ ബിസിനസ് തുടങ്ങാമെന്ന്. അദ്ദേഹം എന്നിട്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പാർട്ട്ണർമാരും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ ഈ ബിസിനസ് തുടങ്ങി ഒരു 5-6-7 വർഷം കഴിഞ്ഞപ്പോൾ ആ ബിസിനസ്സൊക്കെ ക്ഷയിച്ചു. പാർട്ട്ണർമാർ അദ്ദേഹത്തെ ചതിച്ച് കുറേ പണമൊക്കെ ആയിട്ട് മുങ്ങി. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഇത് നിങ്ങളുടെ കർമ്മഫലമാണ്, ഇത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് അനുഭവിക്കുന്നത്. അതായത് അത് സത്യമാണ്. ആ സത്യമാവാം, അത് രണ്ട് വിധത്തിലുണ്ട്. കർമ്മഫലം ഞാൻ ചോദിച്ചത് ഇദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതെ, ഞാൻ പറയുന്നത് എന്നിട്ടാണ് അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യാൻ. അത് ആ സമയത്തുണ്ടാവുന്ന ഉൾപ്രേരണ കൊണ്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ആ ഉൾപ്രേരണയ്ക്ക് വിധേയനായി അതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മറ്റൊരാൾക്ക് സഹായിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ട് വിധത്തിലാണ് ഇത് അനുഭവിക്കുക. കഷ്ടങ്ങൾ വരുന്നത് എല്ലാം കർമ്മപ്രാരാബ്ദം കൊണ്ടല്ല. കർമ്മപ്രാരാബ്ദം കൊണ്ട് വരുന്ന കഷ്ടങ്ങൾ ഇതേപോലെ തന്നെ ഒരു ദശകാലം മാറുമ്പോൾ അതുവരെ അനുകൂല ദശയായിരിക്കും. അപ്പോൾ അദ്ദേഹം ജോലിയിൽ ഉണ്ടായിരുന്ന സമയം അനുകൂല ദശയായിരിക്കും. അതിനുശേഷം ജോലി ദശ മാറുമല്ലോ. അപ്പോൾ ഇയാളുടെ ഇന്ന അനുഭവങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ആദ്യം ജോലി കളയും, എന്നിട്ട് ഒരു ബിസിനസ്, അപ്പോൾ എല്ലാം അപ്പോൾ ഫ്ലാറ്റായി. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കും. അത് ജാതക പ്രശ്നം കൊണ്ടും വരാം, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും വരാം. ജാതകത്തിലൊന്നും പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ആഭിചാരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിയ അയാളുടെ ജീവിതത്തിലെ സുഖം കണ്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നി, അസൂയാലുക്കൾ എന്തെങ്കിലും വിധത്തിലുള്ള ക്രിയ ചെയ്താലോ, വല്ല കൈവശം പോലുള്ള കാര്യങ്ങൾ കിട്ടിയാലോ ഒക്കെ തന്നെയും അതിനെയൊക്കെ കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡ് പറയാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദശ കൊണ്ടും ദശാകാലം കൊണ്ടും ഗോചര ഫലം കൊണ്ടും മാത്രമല്ല ഒരു വ്യക്തി കഷ്ടം ഉണ്ടാവുക. ഇപ്പം നല്ല ദശ നടക്കാന്നിരിക്കട്ടെ, ഒരു വ്യക്തി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല ദശാകാലത്ത് നല്ല അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. നല്ല ദശ നടക്കുകയാണെങ്കിലും ഒരു വ്യക്തിക്ക് വല്ല ആഭിചാര ദോഷമോ ബാധാദോഷമോ മറ്റെന്തെങ്കിലും ദുരിതങ്ങളോ കുലദേവത പരദേവത അല്ലെങ്കിൽ കുടുംബദേവത്തിൽ എന്തെങ്കിലും കുടുംബക്ഷേത്രം സംബന്ധിച്ച നാനാവിധ സർപ്പദോഷം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് ഇത്രയും നാൾ ജീവിച്ചതുവരെ നമ്മളുടെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന മറ്റെല്ലാ ദോഷങ്ങൾ കൊണ്ടും ഈ അവസ്ഥ മാറിയേക്കാം. അല്ലാതെ ജാതകത്തിൽ ഇങ്ങനെയുണ്ട് അതുകൊണ്ട് അങ്ങനെ അയാൾക്ക് സുഖാനുഭവം ആവുമെന്ന് പറയാൻ നിർവാഹമില്ല. ഇപ്പോൾ ഒരാൾ ആഭിചാര ദോഷം ഒരാൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ അനുകൂല ദശ ഇരിക്കെ തന്നെ അദ്ദേഹത്തിന് പ്രതികൂല അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒരു പരിധിവരെ കർമ്മദോഷങ്ങൾ കൊണ്ടും വരാം, എന്നാൽ ഒരു പരിധിവരെ കർമ്മദോഷങ്ങൾ ഇല്ലാതെയും ഇതുപോലെ ആഭിചാര ദോഷങ്ങൾ കൊണ്ടും വരാം. അതിനെ നമുക്ക് മറിച്ചും തിരിച്ചും ചിന്തിച്ചും മനസ്സിലാക്കണം. അത് എന്താണ് അതിൻ്റെ മൂലകാരണം. പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സോഴ്സ് എവിടുന്നാന്ന് മനസ്സിലാക്കണം. ചോർച്ച അടച്ച ശേഷമേ തറ തുടച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ തുടക്കം തോറും അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മൂലകാരണം എവിടെയാണ്, ലീക്ക് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളത് ആദ്യം അന്വേഷിക്കണം. ഉറവിടം, പ്രശ്നത്തിൻ്റെ ഉറവിടം കണ്ടുപിടിക്കാണ് പ്രയാസം. പ്രശ്നപരിഹാരം വളരെ നിസ്സാരമാണ്. ഇനിയിപ്പോൾ പ്രശ്നപരിഹാരം ബുദ്ധിമുട്ടാവാൻ തന്നെ കാരണം യഥാർത്ഥ പ്രശ്ന കാരണമല്ല കണ്ടുപിടിച്ചെന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇവിടെ ഒരു വശത്ത് ഇടത് കാലിന് ചികിത്സിക്കും, അസുഖം വലത് കാലിന്, അതാണ് കാരണം. അപ്പോൾ ചികിത്സയെ കുറ്റം കൊണ്ട് കാര്യമില്ല, ഡയഗ്നോസിസ് ചെയ്ത സമയത്ത് തെറ്റിപ്പോയി. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ജന്മത്തെയോ പൂർവ്വജന്മത്തെയോ നമ്മുടെ പ്രവൃത്തികളെ അളന്നു മുറിച്ചുകൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ നമുക്ക് വിഭജിച്ച് അനുഭവിച്ച് തീർക്കാൻ തരുന്നതാണ് കർമ്മഫലം. അപ്പോൾ കർമ്മഫലം കൊണ്ട് സുഖാനുഭവങ്ങളും ഉണ്ടാവാം, കർമ്മഫലം കൊണ്ട് മോശാനുഭവങ്ങളും ഉണ്ടാവും, ദുരിതങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് അതിൻ്റെ പാപമാണ്. അതായത്
അപ്പോൾ കർമ്മഫലം ഇങ്ങനെ അനുഭവിക്കാം, കർമ്മഫലം അങ്ങനെ അനുഭവിക്കാം. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെയാവാം. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് അസൂയ തോന്നിയവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടായ ഒരു ആരാധനയുടെ ഫലമായിട്ട് പോലും മതി, ഒരു ആഭിചാരമില്ല, പക്ഷെ ആരാധന കൂടി പോയിട്ട് ദുരിതമായി കുത്തുവാളെടുത്തവരെ അറിയാം. വിഗ്രഹം കൊണ്ടുവന്ന് പൂജിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിഷേകമൊക്കെ ചെയ്ത് കുത്തുവാള ജാതകം നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷെ നോക്കുമ്പോൾ ദേവതകൾ ബാധയിട്ടേക്കുന്നു. അങ്ങനെയുണ്ട്. നമുക്ക് ആവശ്യമുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ ചെയ്ത് എക്സസ് ആവും. ഏത് എനർജിയും അധികരിച്ചാൽ അത് നമുക്ക് വിപരീതമാവും. ഫ്രിക്ഷൻ നമ്മൾ വെറുതെ വരയ്ക്കുന്ന 2 കല്ല് വരച്ച് അവസാനം തീപ്പൊരി വരിക. ആ ഫ്രിക്ഷൻ കൂടിയാൽ അഗ്നി ഉണ്ടാകുന്നു. അപ്പോൾ അഗ്നി എല്ലാത്തിലും ഉണ്ടാവും. ആ അഗ്നി നമുക്ക് വിവിധങ്ങളായ ദോഷഫലങ്ങളെ ചെയ്യും. അപ്പോൾ എല്ലാം അറിഞ്ഞ് ആവശ്യമില്ലാത്ത ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒറ്റവാക്കിലുള്ള ഒരു ഉത്തരം. അതാണ്. മറ്റൊരു ചോദ്യം, ഈശ്വര ആരാധന ജാതക ദോഷങ്ങൾക്ക് പരിഹാരമാണോ? ജാതക ദോഷങ്ങൾക്ക് അതായത് നമ്മൾ ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ജപമോ ഇല്ല, അതെ, ഒരു പരിഹാരമാണോ എന്ന് വെച്ചാൽ പരിഹാരം തന്നെയാണ്. പക്ഷെ അത് യഥാവിധം ചെയ്താൽ മാത്രമേ അത് പരിഹാരമായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ദോഷകാഠിന്യം വർദ്ധിക്കാനും കാരണമാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾറെഡി ഒരാൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എന്നിട്ട് അയാൾ ജോലിയൊക്കെ നിർത്തി ഈശ്വരാരാധനയ്ക്ക് പോയി. അപ്പോൾ അവിടുത്തെ താൽക്കാലികമായ പ്രശ്നം അധികരിച്ച് അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അപ്പോൾ ഈശ്വരാരാധന ഒരു പരിധിവരെയൊക്കെ അതിന് പരിഹാരം തന്നെയാണെങ്കിലും കുറച്ചൊക്കെ അത് അനുഭവിക്കാതെ നിർവാഹമില്ല. എന്നാൽ അതിൻ്റെ ചെറിയ രീതിയിലൊക്കെ ഒരു ശാന്തി ദോഷശാന്തി വരുത്താൻ ഈശ്വരാരാധന കൊണ്ട് ഗുണം ചെയ്യും. അങ്ങനെ പറയാൻ പറ്റും. എന്നുവെച്ചപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറയാം, നമുക്ക് മഴ നിർത്താൻ പറ്റില്ല, താഴെ ഒരു പന്തലിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കുടയെങ്കിലും ചൂടാം. അപ്പോൾ ഒരു കുട ചൂടുന്ന ഒരു ഫലം ഉണ്ടല്ലോ, അവിടെ കുറച്ചൊക്കെ നനയും, എന്നാലും നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നനയും. അങ്ങനെ ഒരു ചെറിയൊരു രക്ഷ എന്നുള്ള നിലയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. പക്ഷേ ഒരു പരിധി വരെയൊക്കെ അത് അനുഭവിക്കേണ്ടതെന്ന് തന്നെ ആയതുകൊണ്ട് അനുഭവിക്കാതെ നിർവാഹമില്ല. അതുതന്നെയാണ് അതിൻ്റെ കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അത് അനുഭവിച്ചേക്കാം എന്നല്ല. അതിൻ്റെ ദോഷകാഠിന്യത്തെ കുറയ്ക്കാൻ 100% പറ്റും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതിലൂടെ ആ ഒരു ദോഷകാഠിന്യം കുറച്ച് താൽക്കാലിക ശാന്തി ആ വ്യക്തിക്ക് കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. എന്താണ് യഥാർത്ഥ ദോഷപരിഹാരങ്ങൾ? യഥാർത്ഥ ദോഷപരിഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഗ്രഹങ്ങൾ നിഷ്കർഷിക്കുന്ന പോലെ ജീവിക്കുക. ഒരു ഗ്രഹത്തിനൊരു സ്വഭാവമുണ്ട്. ആ ഗ്രഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ആ പാഠത്തിലേക്ക് എത്തിക്കാനാണ് ഈ കഷ്ടങ്ങളൊക്കെ തരുന്നത്. ഇപ്പോൾ വ്യാഴ ഗ്രഹത്തിൻ്റെ ദശ, വ്യാഴം എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ വ്യാഴദശയിൽപ്പെട്ട ആ മനുഷ്യൻ വളരെ കൃത്യമായിട്ട് ഡിസിപ്ലിനോട് കൂടി ജീവിക്കുക, അല്ലെങ്കിൽ നിഷ്ഠിക്കുക എന്ന് വെച്ചാൽ ഈശ്വരാരാധന തുടരുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കുകയും അമിതമായിട്ട് ഭക്ഷിക്കുകയും അമിതമായിട്ട് ഒന്നും തന്നെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഒരു അമിതത്വമില്ലാതെ, അതായത് അമിതമായിട്ടൊരു കാര്യം ചെയ്യാതെ ഒരു മിതത്വത്തോട് കൂടിയിട്ട് ജീവിക്കുക, മിതമായിട്ട് ഭാഷിക്കുക, മിതമായിട്ട് ഭക്ഷിക്കുക, പറയുന്നതും പുറത്തേക്ക് വിടുന്നതും മിതമായിട്ട് വേണം, അകത്തേക്ക് ഭക്ഷിക്കുന്നതും മിതമായിട്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, മിതമായിട്ട് ഭക്ഷിക്കുക, മിതമായിട്ട് ഭാഷിക്കുക. അപ്പോൾ മിതഭാഷിയായി തുടരുക, സാത്വിക ആഹാരത്തെ കഴിച്ച് അമിതമായിട്ടുള്ള ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ലളിത ജീവിതം നയിക്കുക, ഗ്രഹങ്ങളുടെ കണ്ണിൽ പിടിപെടാതെ രഹസ്യമായിട്ട് അവരെ ട്രിഗർ ചെയ്യാതെ ജീവിക്കുക, അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദോഷകാഠിന്യത്തെ വർദ്ധിപ്പിക്കാതിരിക്കുക. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഗ്രഹങ്ങൾ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതെന്ന് അതറിയാവുന്ന ആചാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം നമുക്കിവിടെ ജനറലായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രീതിയാണല്ലോ. അതിരിക്കുന്ന ഭാവത്തിനനുസരിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിക്ക് അത് ഓരോ ഭാവത്തിൽ ഓരോ പൊസിഷൻസിലായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ജനറലായിട്ടൊരു നിർദ്ദേശത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ഗ്രഹനില കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഉപദേശിക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്നും ഇന്ന പോലെയൊക്കെ ചെയ്യരുതെന്നും. അത് പൊതുവായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരുടെയും ഗ്രഹനില ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് അത് വ്യക്തിപരമായിട്ടേ ഉപദേശിക്കാൻ നിർവാഹമുള്ളൂ. ഒരു സാധാരണക്കാരന് ഈ വിഷയത്തിൽ നമുക്ക് എന്ത് സന്ദേശം കൊടുക്കാം? സാധാരണക്കാരന് കൊടുക്കാനുള്ള സന്ദേശം, നിങ്ങൾ അറിയാതെ ഒന്നിനെയും വിമർശിക്കുകയും തള്ളിക്കളയും ചെയ്യരുത്, അറിയാതെ ഒന്നിനെയും സ്വീകരിക്കുകയും ചെയ്യരുത്. അതാണ് പറയാനുള്ളത്. അതായത് നിമിത്തങ്ങളെ വിശ്വസിക്കുക, അനുഭവങ്ങളെ വിശ്വസിക്കുക. ആചാര്യം പറഞ്ഞാലും പ്രമാണത്തിൽ കണ്ടാലും സ്വന്തം അനുഭവത്തെ കൊണ്ട് അതിനെ അളന്ന് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. യുക്തിപരമായിട്ട് കാര്യങ്ങളെ കാണാൻ പഠിക്കണം. താൽക്കാലിക ശാന്തിക്കെന്ന് വെച്ചിട്ട് അനാവശ്യമായ കാര്യങ്ങളൊന്നും പോയി ചെന്ന് ചാടരുത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അനാവശ്യമായ അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് സഞ്ചരിക്കരുത്. നമുക്ക് വേണ്ടത് മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നാണ് ഓരോ മനുഷ്യനും ആവശ്യം. അത് യോഗിയായാലും സന്യാസിയായാലും ഗൃഹസ്ഥനായാലും എല്ലാവർക്കും വേണ്ടത് മനസ്സിൻ്റെ സമാധാനം. മനസ്സിന് സമാധാനമില്ലാത്തടത്തും ശരീരത്തിന് ആരോഗ്യമില്ലാത്തടത്തും ഒരു കാര്യത്തിനും പ്രസക്തിയില്ല, ഒരു സുഖാനുഭവങ്ങളും ലഭിക്കാനും പോകുന്നില്ല. അതുകൊണ്ടൊരു ഗുണം ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ചെയ്യാൻ എനിക്ക് സാധാരണക്കാരോട് പറയാനുള്ള 2 കാര്യം: ഒന്ന്, ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് ഒരു സാധനം ചെയ്യരുത്. ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനയോ വ്രതങ്ങളോ ഒന്നും ചെയ്യരുത്. ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടേ ഈശ്വര ആരാധന ചെയ്യാൻ പാടുള്ളൂ. ശരീരമുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഒന്ന് കുമ്പിട്ട് നമസ്കരിക്കണമെങ്കിൽ പോലും ശരീരത്തിൻ്റെ ബലമാണ്.
ഏറ്റവും നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ? ഈ ഷഷ്ടി വ്രതം എടുക്കണവരൊക്കെ 6 ദിവസം മുമ്പൊക്കെ വ്രതം എടുക്കണവരുണ്ട്. അതെ, അത് കുറേശ്ശായിട്ട് സാധിക്കും. ഇപ്പൊ അത് ശീലപ്പെടുത്ത അതിന് ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഒരു നേരം ആഹാരം കഴിച്ച് ശീലിച്ച വ്യക്തിക്ക് ഒരു നേരം മതി. ഈ 3 നേരം 4 നേരം ആഹാരം കഴിച്ച വ്യക്തി പെട്ടെന്ന് ഒരു നേരം ആക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഈ ആരോഗ്യ പ്രശ്നം. പക്ഷേ നമ്മുടെ ശീലം വേറെയാണല്ലോ, അത് പ്രശ്നമല്ല. ശീലം അതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വ്രതത്തിന് വേണ്ടിയും ഈശ്വരാരാധന ചെയ്യാൻ വേണ്ടിയും ശരീരത്തെ അനാവശ്യമായിട്ട് ക്ലേശിപ്പിച്ചുള്ള ആരോഗ്യത്തെ നശിപ്പിക്കരുത്, ഒന്നാമത്തെ കാര്യം. 2, അവനവന് ചേരുന്നതാണോ ചേരാത്തതാണോ അതിന്റെ വരുംവരായികളെ മനസ്സിലാക്കാത്ത ആവശ്യമില്ലാത്ത പദ്ധതികളൊന്നും എടുത്ത് ചാടരുത്. ആർക്കും പണം കൊണ്ട് കൊടുക്കരുത്. കടം വാങ്ങിക്കൊണ്ടും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടും ദീക്ഷയ്ക്കാണെന്നും പറഞ്ഞിട്ട് പോയിട്ട് വാങ്ങി വീട്ടിൽ ജോലി കളഞ്ഞിരുന്ന് ജപിക്കരുത്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ താൻ അധ്വാനിക്കേണ്ട അത് പല ജോലികളായിരിക്കാം. ഇപ്പൊ എല്ലാവരും അധ്വാനിക്കാൻ പാടത്ത് കളയ്ക്കാൻ നല്ല അർത്ഥം. അധ്വാനം എന്ന് പറഞ്ഞാൽ മാനസിക അധ്വാനമാണ്, ശാരീരിക അധ്വാനമാണ്. അവനവന് എന്തുകൊണ്ട് ഏത് രീതിയിലാണ് അധ്വാനിക്കാൻ പറ്റാതെ ആ തൊഴിൽ ചെയ്തുകൊണ്ട് കർമ്മ മേഖലയിൽ ആക്റ്റീവ് ആയിക്കൊണ്ട് വേണം ഈശ്വരാരാധന ചെയ്യാൻ. ഇതിനു വേണ്ടി അതും വിടാൻ പാടില്ല, അതിനു വേണ്ടി ഇതും പാടില്ല. അപ്പോൾ അതാണ് സാധാരണക്കാരോട് പറയാനുള്ളത്. ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു ചർച്ചയായിരുന്നു. ഇതുപോലെയുള്ള ചോദ്യങ്ങളായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.